ഇപ്പോൾ എല്ലാ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനും വരുന്ന ഇഷ്യൂ ആണ് ആഡ് റണ്ണ് ചെയ്യുമ്പോൾ കൺവേർഷൻ റേറ്റ് വളരെ കുറവ്, കോസ്റ്റ് പെർ റിസൾട്ട് വളരെ കൂടുതൽ. ഇതിപ്പോൾ പൊതുവെ എല്ലാ മാർക്കറ്റേഴ്സും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് രീതിയിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അഥവാ ഡാറ്റ ചെക്ക് ചെയ്യുക, ക്രിയേറ്റീവ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇതിനേക്കാൾ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അഥവാ കാലങ്ങളായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകൾക്കറിയാം, ഒരു 4 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം മുന്നൊക്കെ നമ്മളൊരു ബേസിക് ക്രിയേറ്റീവ് ചെയ്തിട്ട് ആഡ് റണ്ണ് ചെയ്താൽ തന്നെ വളരെ നല്ല രീതിയിൽ ലീഡ്സുകൾ വന്നിരുന്നു. അതേപോലെ തന്നെ ലീഡ്സുകൾ പെട്ടെന്ന് കൺവേർഷൻ വന്നിരുന്നു. ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ ക്രിയേറ്റീവിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ ടാർഗറ്റിങ് ബേസ് ചെയ്തിട്ടും കണ്ടൻറ് മാർക്കറ്റിംഗ് ബേസ് ചെയ്തിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച റിസൾട്ടുകൾ വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്നതാണ്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 98% ബിസിനസ്സുകൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു യൂസറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ആഡുകൾ കണ്ടിട്ട് നമ്മൾക്ക് എന്തിനാ എൻക്വയറി തരുന്നത്? ഇനി എൻക്വയറി തന്നു കഴിഞ്ഞാൽ തന്നെ അതേപോലെ തന്നെ ഒരുപാട് ബിസിനസ്സുകൾ ഇതിനേക്കാൾ രീതിയിൽ ക്രിയേറ്റീവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആഡുകൾ റൺ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് എൻക്വയറി ചെയ്യുമ്പോൾ നമ്മളെ ബിസിനസ്സിലേക്ക് അവർ കൺവേർട്ട് ചെയ്യണം? നമ്മൾ ഒരുപാട് ക്രിയേറ്റീവിലും പിന്നെ അതേപോലെ തന്നെ ഒരുപാട് രീതിയിൽ കണ്ടന്റ് മാർക്കറ്റിംഗ് കാര്യങ്ങളിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യേണ്ട മുന്നേ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്ത് കൊടുക്കുന്ന ക്ലയൻറ്റിൻ്റെ സെയിൽസ് ടീമിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ചെക്ക് ചെയ്യുക എന്നുള്ളത്. കാരണം ഒരു എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞത് സംസാരിക്കുന്ന ആളുകളനുസരിച്ചായിരിക്കും. അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്ന ആളുകളെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മളൊരു മാർക്കറ്റിംഗ് ചെയ്യേണ്ട മുന്നേ ആദ്യമേ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അവിടുത്തെ സെയിൽസ് ടീമിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്യുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അതിന് ശേഷമേ നമ്മൾ ബാക്കിയുള്ള മാർക്കറ്റിംഗ് പരമായിട്ടുള്ള ക്രിയേറ്റീവിലും ബാക്കിയുള്ള ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. സെയിൽസ് ടീം ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ ആ സെയിൽസ് ചെയ്യുന്ന ആളുകൾക്ക് പ്രൊഡക്റ്റ് നോളജ് നല്ല രീതിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ക്ലയൻറ്റിനോട് പറയേണ്ടി വരും, ഇവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ധാരണയില്ല, നിങ്ങൾ നല്ല രീതിയിൽ ഇവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ നല്ല രീതിയിൽ സെയിൽസ് സ്ട്രാറ്റജി നിങ്ങൾ മാറ്റണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലയൻറ്റിനോട് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൂടുതൽ മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് സക്സസ് ആക്കാൻ കഴിയും എന്നുള്ളതാണ്.